ഒരിടത്തൊരിടത്ത് വർഷത്തിലൊരിക്കൽ തീർത്ഥാടനം പോകുന്ന ഒരു ശില്പിയുണ്ടായിരുന്നു. ഒരു ദിവസം തീർത്ഥയാത്രക്കിടെ ഒരു വഴിയമ്പലത്തിൽ കിടന്ന് അദ്ദേഹം ഉറങ്ങിപ്പോയി. ശില്പി ഉറക്കത്തിൽ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഗണപതി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഗണപതി ഭഗവാൻ ശില്പിയോട് പറഞ്ഞു, നീ എന്റെ മനോഹരമായ ഒരു വിഗ്രഹം കൊത്തിയെടുക്കണം. ഉണർന്നപ്പോൾ ആ സ്വപ്നം ശില്പിയുടെ മനസ്സ് മുഴുവൻ നിറഞ്ഞു. ഗണപതി ഭഗവാന്റെ വിഗ്രഹം കൊത്തണമെന്ന ആഗ്രഹത്തോടെ അദ്ദേഹം യാത്ര തുടർന്നു. അങ്ങനെ യാത്രക്കിടയിൽ ഒരു കല്ല് കണ്ടു. ശില്പി കല്ലിനോട് ചോദിച്ചു, എനിക്കൊരു ഗണപതി വിഗ്രഹം കൊത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഉളിയാൽ കൊത്തുമ്പോൾ നിനക്ക് വേദന ഉണ്ടാകും. ആ വേദന സഹിച്ചാൽ മാത്രമേ മനോഹരമായ വിഗ്രഹമുണ്ടാകൂ. കല്ല് ആദ്യം സമ്മതിച്ചു. പക്ഷേ കൊത്തിത്തുടങ്ങിയപ്പോൾ വേദന സഹിക്കാനാവാതെ കല്ല് കരഞ്ഞു. തന്റെ ശരീരത്തിൽ ഉളികൊണ്ട് കൊത്താൻ വിസമ്മതിച്ചു. ശില്പി ദുഃഖത്തോടെ യാത്ര തുടർന്നു. കുറച്ചു ദൂരം പോയപ്പോൾ മറ്റൊരു മനോഹരമായ കല്ല് കണ്ടു. ഈ കല്ലിനോട് ശില്പി കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ കല്ല് പറഞ്ഞു, എത്ര വേദന വന്നാലും ഞാൻ സഹിക്കും. എന്റെ ശരീരത്തിൽ ഗണപതി ഭഗവാന്റെ വിഗ്രഹമുണ്ടാകണമെന്നതാണ് എന്റെ ആഗ്രഹം. ശില്പി ഉളിയെടുത്തു കൊത്തിത്തുടങ്ങി. വേദന ഉണ്ടായിട്ടും കല്ല് ഒരിക്കലും പിന്മാറിയില്ല. അങ്ങനെ അതിമനോഹരമായ ഗണപതി ഭഗവാന്റെ വിഗ്രഹം രൂപപ്പെട്ടു. ശില്പി കല്ലിനോട് നന്ദി പറഞ്ഞു തന്റെ യാത്ര തുടർന്നു. വർഷങ്ങൾക്കുശേഷം വീണ്ടും അതേ വഴിയിലൂടെ യാത്ര ചെയ്ത ശില്പി ഒരു വലിയ ക്ഷേത്രം കണ്ടു. ശില്പി ക്ഷേത്രത്തിൽ കയറി നോക്കിയപ്പോൾ അദ്ദേഹം തന്നെ കൊത്തിയ ഗണപതി വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ശില്പിക്ക് വലിയ സന്തോഷമായി. ശില്പി ഭഗവാനെ തൊഴുതു പുറത്തേക്കിറങ്ങുമ്പോൾ ആദ്യമായി കൊത്താൻ ശ്രമിച്ച കല്ല് അവിടെ കിടക്കുന്നതും അദ്ദേഹം കണ്ടു. ഭക്തർ ആ കല്ലിലാണ് തേങ്ങ ഉടക്കുന്നത്. അപ്പോൾ ആ കല്ല് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അന്ന് ഞാൻ കുറച്ചു വേദന സഹിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ദൈവത്തിന്റെ രൂപമായി ഇവിടെ ഉണ്ടായേനെ. ശില്പി അത് കേട്ട് ജീവിതത്തിന്റെ സത്യം മനസ്സിലാക്കി അദ്ദേഹം തന്റെ യാത്ര തുടർന്നു. എന്റെ കുഞ്ഞുങ്ങളെ, ഈ കഥ നിങ്ങളുടെയൊക്കെ ഹൃദയത്തെ ഒന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ അമ്മൂമ്മയെ സന്തോഷിപ്പിക്കാൻ ഒരു ചെറിയ ലൈക്ക് കൊടുത്താൽ മതി കേട്ടോ. നല്ല കഥകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ. നല്ല നല്ല പ്രചോദന കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കുട്ടികളെ.